നിഹാരിക ബേബിയാണ് നമുക്ക് ഇത്ര നേരം ഇത് വിവരിച്ചു തന്നുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ അങ്ങനെ അരയ്ക്കുന്നതിലോട്ട് പോവാണ്. അരച്ചരച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചമ്മന്തി പരുവത്തിൽ കിട്ടും. അല്ലെങ്കിൽ ദോശയുടെ കൂടെ തിന്നും, അല്ലെങ്കിൽ ചേമ്പിൻ്റെ കാച്ചിൻ്റെ കപ്പയുടെ ഒക്കെ കൂടെ തിന്നും. പിന്നെ നല്ലപോലെ അരച്ചിട്ട് നമുക്ക് കുറച്ച് എണ്ണ വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കിയിട്ടാണ് ചമ്മന്തി ആക്കുന്നത്. മുളക് കണ്ടായിരുന്നു ഇപ്പം കാണിച്ചത്. ഇത് മുളകിട്ട് അരയ്ക്കുവാണ്. ഈ പച്ച നിറമുള്ളത് മുളകാണ്, ഈ പിങ്ക് നിറമുള്ളത് ഉള്ളിയും. ഇനി നമുക്ക് അരയ്ക്കുന്നതിലോട്ട് പോവാം. അരയ്ക്കുന്ന നിറം കാണിച്ചിട്ട് ബാക്കി പിന്നെ കാണിക്കാം. എണ്ണ വയ്ക്കുന്നതൊക്കെ പിന്നെ കാണിക്കാം നമുക്ക്. അങ്ങനെ ഈ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇപ്പം ഇത് ചിലപ്പോൾ വട്ടത്തിൽ ഉണ്ടയാക്കി എടുക്കും. ഇങ്ങനെ വട്ടത്തിൽ ഉണ്ട ചിലപ്പോൾ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് എണ്ണ ഒഴിക്കും. ചിലപ്പോൾ എനിക്ക് ഒന്നുകൂടെ എണ്ണൊക്കെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് ഇത് കാണിക്കാം. ഇതാണ് നമ്മൾ അരച്ചെടുത്ത അതെ മുളക് ചമ്മന്തി. ഇതാണ് ഇയാളാണ് നിഹാരിക ബേബിയാണ് നമുക്ക് ഇത്ര നേരം ഇത് വിവരിച്ചു തന്നുകൊണ്ടിരുന്നത്.